10 പേര് വട്ടം കൂടി പട്ടിയെ തല്ലും പോലെ തള്ളിക്കൊന്ന എബ്രാഹിമിനത്തിലെ കുടിക്കൊക്കെ അബ്ശാലോമിനെ തട്ടി കൽക്കൂമ്പാരം കൂട്ടി ഇങ്ങനെ ഓടിപ്പോയ സന്ദർഭത്തിൽ ആ ദാവീദ് സങ്കീർത്തനം പാടി. അത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞു. അത് ആ സങ്കീർത്തനം 3-ന്റെ ഹെഡിങ് ഒന്നുകൂടെ വായിച്ചു. ദാവീദ് തന്റെ മകനാകുന്ന അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ എന്ന് പറഞ്ഞാൽ ഓടിപ്പോയപ്പോൾ പാടിയ സങ്കീർത്തനം. ഞാൻ ഇങ്ങനെ പറയാനുണ്ട്, ഓടിക്കൊണ്ട് പാടി അല്ലെ പാടിക്കൊണ്ട് ഓടി സങ്കീർത്തനം. നമ്മളന്നേ സങ്കീർത്തനം കീറിയ ചൂട്. നമ്മൾ പറയും ഇത്രയും കൊല്ലമായിട്ട് പാട്ടും പ്രാർത്ഥന നടത്തിയിട്ട് ഒരു വിടുതല് നിങ്ങളെ യോഗം എല്ലാം യോഗം നടത്തുക. ഇത് വലിയ പുതിയ ആത്മാക്കളെന്ന് വൃത്തിയാക്കരുത് യോഗം. സ്തോത്രം. ഇതുവരെ പാടിയിട്ട് ഒരു വിടുതലില്ല, എന്നാ പിന്നെ കീറിയേക്കാൻ പറയാം. എന്നാൽ അഭിഷേകത്തിന്റെ പ്രത്യേകത കീറുകല്ല, പാടുക. ഏത് കഷ്ടങ്ങളിലും ഏത് പ്രതികൂലങ്ങളിലും പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തും. അമാവാസിലും പൗർണമാസിലും കാരണം ഒതുക്കണം. സന്താപത്തിലും സന്തോഷത്തിലും ദൈവത്തെ സ്തുതിച്ചോണം. ദാവീദിന്റെ കിടത്തപ്പോ ഒരു സ്ഥലത്ത് പഠിക്കലോ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. ഒരു ദൈവത്തിന്റെ പൈതലിനെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് ഏത് സന്ദർഭത്തിലും പാടി ദൈവത്തെ മഹത്വപ്പെടുത്തും. 62-ാം സങ്കീർത്തനം 8-ാം വാക്യം മനപാഠമാണ്. ജനമേ എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പിൻ, നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവിൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്ന സാമാന്യജനം ഒരു ശ്വാസം ശ്രേഷ്ഠജന പോസ്റ്റ് തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും. ശ്വാസത്തെക്കാൾ ലഘുവാകുന്ന പീഡനത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ വൈകി പോരുത്, സമ്പത്ത് വച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്, ബലം ദൈവത്തൊന്നും ഒരിക്കൽ അരളി ചെയ്ത് ഞാൻ 2 പ്രാവശ്യം കേട്ടില്ല. അപ്പൊ വിഷയം ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏത് സന്ദർഭത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഞാൻ പാടും ഈ നാളിനി മോദാൽ കുഞ്ഞാട്ടിൻ വിലയേറെ രക്തത്താലെന്നെ വീണ്ടതിനാൽ ദൈവ കുഞ്ഞാട്ടിൻ വിലയേറെ സന്ദർഭത്തിലും പാടി ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പൊ ഇങ്ങനെ ഓടിപ്പോയപ്പോൾ പാടിയ സങ്കീർത്തനമാണ് 3-ാം സങ്കീർത്തനം, 4-ാം സങ്കീർത്തനം, 2-ാം സങ്കീർത്തനം. ഇതെല്ലാം സന്ദർഭത്തിൽ പാടിയതാണ്. നമ്മള് വിസ്തരിക്കുന്നില്ല. 2-ന്റെ-12 വായിച്ചത്. അവൻ കോപിച്ചിട്ട് വടികിലും വെച്ച് നശിപ്പാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. അല്പസമയത്ത് ഓർപ്പിച്ചല്ലോ ചിന്താവിഷയം. വടികിലുണ്ടാകുന്ന പോരാട്ടം, വടികിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിക്കണം. ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ട ജീവിതമാണ്. ആരോ ഒരിക്കൽ പറഞ്ഞു, നമ്മളെ കളിക്കളത്തിലല്ല നിൽക്കുന്ന, മറിച്ച് പോർക്കളത്തിലാണ്. എനിക്കും നിങ്ങൾക്കും എതിരെ പൊരുതുവാൻ പോരാടുവാൻ ഒരു അദൃശ്യ ശക്തിയുണ്ട്. അതുകൊണ്ട് ദൈവമക്കളായ പ്രിയപ്പെട്ടവർ ചിന്തിക്കണം. ലാഘവ ബുദ്ധിയോടെ അലസചിത്തരായിട്ട് ഉദാസീനതയോടെ ആലസ്യചിത്തരായിട്ടൊന്നും ജീവിതം നയിക്കരുത്. ഇത് പോരാട്ട ജീവിതമാണ്. എനിക്കും നിങ്ങൾക്കും എതിരെ പൊരുതുവാൻ പോരാടുവാൻ ഒരു അദൃശ്യ ശക്തിയുണ്ട്. ഇപ്പൊ ഈ ഷാജല്ലല്ലോ പൊരുതുന്നത്, വ്യക്തികളാണല്ലോ നമുക്കെതിരെ, മനുഷ്യനാ പൊരുത്. പൗലോസ് പറഞ്ഞത് നമുക്ക് പോരാട്ടം ഉള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു. ഈ പുതിയ തിയോളജിയന്മാർ പറഞ്ഞ പോരാട്ടം ഇല്ലെന്ന. BTH, BD, MDU, MTH റിസർച്ചും ഒക്കെ കഴിഞ്ഞ് എന്നൊക്കെ സമയം കൊടുത്താൽ അവർ പറയും പോരാട്ടമൊന്നും ഇല്ലെന്ന. അങ്ങനെ പറയുന്നത് തന്നെ ഒരു പോരാട്ടമാണ്. കാരണം 10-14 ലേഖനം എഴുതി 3-ാം സർവത്തിൽ എടുക്കപ്പെട്ട പൗലോസ് എഫീസ് ലേഖനം 6-12 ഓർപ്പിച്ചല്ലോ പറഞ്ഞത് നമുക്ക് പോരാട്ടമുള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പോരാട്ടമുണ്ട്, അത് ജഡരക്തത്തോടല്ല. ആരാധിക്കുന്ന ജീവിക്കുന്ന വിശുദ്ധന്മാർക്ക് പോരാട്ടമുണ്ട്. പണ്ട് പ്രായമുള്ള ഒരു അപ്പനോട് ഒരു യൗവനക്കാരൻ വന്ന് ചോദിച്ചു, അപ്പച്ചാ എത്ര വയസ്സുണ്ട്? 88. എത്ര കൊല്ലമായി പെന്തിക്കോസിലായിട്ട്? 68. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വരുന്ന പാസ്റ്റർമാരെല്ലാം പറഞ്ഞ പോരാട്ടമുണ്ട് പോരാട്ടമുണ്ട് പോരാട്ടമുണ്ടെന്ന്. പ്രവാചകന്മാർ വന്നാൽ പിന്നെ പറയാൻ വേണ്ട തൊടുന്ന മുഴുവൻ പോരാട്ടം. അപ്പൊ അപ്പച്ചന് ഇപ്പൊ 88 വയസ്സുകൊണ്ട് 68 വയസ്സ് പഴക്കമുണ്ട്. പെന്തിക്കോസില് പോരാട്ടം ഉണ്ടെന്നുള്ളത് സത്യമാണോ ശരിയാണോ? അപ്പൊ ഈ പ്രായമുള്ള പിതാവ് ഈ യൗവനക്കാരനോട് തിരിച്ചു മറുപടി പറഞ്ഞു, കുഞ്ഞെ പോരാട്ടമുണ്ട്, സത്യമാണ് പറഞ്ഞു. അതുകൊണ്ട് അവൻ തൃപ്തിപ്പെട്ടില്ല. ഉടനെ അവൻ ചോദിച്ചു, അപ്പച്ചന് പോരാട്ടമുണ്ട്? വയസ്സ് 88.
പോരാട്ടം ഉണ്ടോ എന്ന് ചോദിച്ചുണ്ടെന്ന് പറഞ്ഞു. അപ്പച്ചനുണ്ടോ? പുള്ളി അല്പം നേരത്തെ മൗനത്തിന് ശേഷം മറുപടി കൊടുത്തു, എനിക്ക് പോരാട്ടം ഉണ്ടെന്ന് പറഞ്ഞു. വയസ്സ് 88 68 കൊല്ലത്തെ പഴക്കവും വിശ്വാസം. അതുകൊണ്ട് അവൻ തൃപ്തിപ്പെട്ടില്ല. അവൻ ചോദിച്ചു, അപ്പച്ചൻ എപ്പോഴൊക്കെയാ പോരാട്ടം എന്ന് അറിയാനുള്ള തൃഷ്ണ കൊണ്ട് ചോദിച്ചതാ. അപ്പൊ ഈ പ്രായമുള്ള വന്ധ്യനായ പിതാവ് പോരാട്ടം എപ്പോഴൊക്കെ ഉണ്ടെന്ന് ചോദിച്ചതിന് അങ്ങോട്ട് മറുപടി കൊടുത്തതിന് പഴയ പാട്ടിന്റെ 2 വരിയ. ആ പാട്ടെടുക്കുന്നത് സിലോൺ പെന്തിക്കോസിൽ ഒരു ഉപദേശി ഉണ്ടായിരുന്ന അദ്ദേഹം പിന്നെ വേല വിട്ടുപോയി, അവരുടെ പ്രവർത്തനങ്ങൾ വിട്ടുപോയി. പി മാത്യു എന്ന് പറയും, പള്ളിപ്പാട്, വികവരം പള്ളിപ്പാട്. പി മാത്യു, EV വർഗീസ്, പി മാത്യു, മുട്ടക്കി മുറിച്ചൻ, ആ കാലത്തെ പാട്ടുകാരാ. അപ്പം പി മാത്യു പിന്നെ പാലക്കാട് ഒലവക്കോടൊക്കെ പോയി പാർത്തു. അപ്പൊ പി മാത്യുവിന്റെ ഒരു പഴയ പാട്ടിന് 2 വരി ആൻസറായിട്ട് കൊടുത്തു. പോരാട്ടം എപ്പോഴൊക്കെ ഉണ്ടെന്ന് ചോദിച്ചതിന് ആൻസർ കൊടുത്തതാ. പാടാനുള്ള കൃപയൊന്നും എനിക്ക് സാംസനോട് ഇഷ്ടം പഴയ പാട്ട് പാടും. ഇപ്പോഴത്തെ ഈ കിറുക്ക് പാട്ടൊന്നും അധികം പാടുകയില്ല. അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമാണ്. ഇപ്പോഴേ വട്ടന്മാരൊത്തിരി ഇറങ്ങിയിട്ടുണ്ട്. എന്തോ വട്ടുപാട്ടാന്നറിയാമോ, അങ്ങനെ അസ്വസ്ഥതയാണ്. വെളിവില്ലാത്തൊരുത്ത പാടി എന്തുവാ, മധ്യാകാശത്തിങ്കൽ ഇപ്പോഴും നമ്മളെല്ലാം കിടന്നങ്ങനെ കയറ് പറിക്കുക. യാതൊരു ബോധമില്ല, എഴുതിയ പുള്ളിക്ക് ബോധമില്ല, നമുക്ക് പിന്നെ പണ്ടേ ബോധം പോയി കിടക്കില്ല. എന്തോ ഒരു ഉപദേശ പക്ഷക മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലെന്ന്. ഞാൻ വേറെ പുസ്തകം മൊത്തം വായിച്ചു. മധ്യാകാശത്തിൽ മണിപ്പന്തലുമില്ല, ഇട്ടിട്ടുമില്ല, ഇടാൻ പുള്ളിക്ക് താല്പര്യവും ഇല്ല. പിന്നെ ഞാൻ ഒന്നുകൂടെ വേറെ പുസ്തകം വായിച്ചപ്പോൾ കണ്ടു മണിപ്പന്തലുണ്ട്. അത് കർത്താവ് ഇട്ടതല്ലേ, മറ്റേ പുള്ളി ഇട്ടതാ. വായിച്ച ഒരു വാക്യം തെളിവിന് തരാം. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യമായിരുന്നു. തെളിയിച്ചങ്ങ് പോയേക്കാം. വാക്യങ്ങൾ ഒത്തിരി തരാം. ഇപ്പൊ തെളിവിന് ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം 46, 47 ആ ഒടുവിലത്തെ വാക്യം വായിച്ചോ. അതിന്റെ മേലത്തെ വാക്കിനോട് ചേർത്ത് വായിച്ചോ മാമേ. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം വാർഷിക് പ്രഭുവായ എതിർ ക്രിസ്തുവിന്റെ വിഷയം. ആ അധ്യായത്തിൽ കൊടുത്തത് എതിർ ക്രിസ്തു, അന്ത്യക്രിസ്തു, ആന്റിക്രൈസ്റ്റ്. അതാ 11-ാം അധ്യായത്തിലെ വിഷയം. അപ്പോൾ അന്ത്യക്രിസ്തുവിനെ പറ്റി, എതിർ ക്രിസ്തുവിനെ പറ്റി പറഞ്ഞു വന്ന ചൊടിവിൽ പറയാണ്. ആ ഒന്നുകൂടെ വായിച്ചേ. എന്നാൽ കിഴക്ക് നിന്നും വടക്ക് നിന്നുമുള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും. അങ്ങനെ അവൻ പലരെയും നശിപ്പിച്ച് നിർമൂലനാശം വരുത്തേണ്ടതിന് മഹാക്രോധത്തോടെ പുറപ്പെടും. അടുത്ത പദം. പിന്നെ അവൻ സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യേ മണിപ്പന്തലിടും. അപ്പൊ ആരിടുന്നതാ? എതിർ ക്രിസ്തുവിന്റെ ആ മണിപ്പന്തല്. വേറെ മാറ്റമുണ്ട്. ഇപ്പൊ എത്ര അറിഞ്ഞാൽ മതി. അങ്ങനെ എല്ലാം ചൊല്ലിൽ കേട്ടണ്ട, അത് വേണ്ട. അതൊക്കെ വേറെ മനസ്സിലിരിക്കണം. ഞാൻ എന്ത് കഷ്ടപ്പെട്ട് ഉറക്കമുള്ള വെച്ചിട്ട് വേറെ ഉത്തം വായിച്ചാൽ എല്ലാം അങ്ങനെ നോട്ട് ചെയ്ത് പമ്മീരി തോത്രം പോലും പറയാതെ കുറിച്ചെടുക്കുന്നത്. അത് വേറെ. ബാക്കി എനിക്ക് അടുത്ത കാലത്ത് പ്രസംഗിക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പഴയ പാട്ടുകൾ പാടിയാത്ത ഇപ്പൊ തന്നെ സാംസങ് കുറെ പഴയ പാട്ടുകൾ എന്തോ കേൾക്കപ്പോ തന്നെ നമുക്കൊരു ഇനി പ്രസംഗിച്ചില്ലേലും കുഴപ്പമില്ല, കണ്ടുശരി പാടിയാൽ മതി. എന്തോ ഒരു ആത്മചൈതന്യമില്ല. അന്നേരം എന്നെ എതിർക്കുന്ന എന്റെ വീട്ടിലാകാരം അത് നിന്നെ കാണുമ്പോൾ പറയാം കുറയായിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പോരാട്ടം എപ്പോഴൊക്കെ ഉണ്ടെന്ന് ചോദിച്ചതിന് ആൻസർ കൊടുത്തത് പി മാത്യു എഴുതിയ പാട്ടിന്റെ 2 വരിക. ആ പാട്ടിന്റെ വരി ഇങ്ങനെ: ഈ ലോകയാത്രയിൽ എനിക്കെപ്പോഴും പോരാട്ടമേ, ഈ ലോകയാത്രയിൽ എനിക്കെപ്പോഴും പോരാട്ടമേ, ഭൂവിൽ ജയം പ്രാപിച്ചോർക്ക് നിത്യമഹിമയേ, ഭൂവിൽ ജയം ഹായന്താനന്ദം ഹായന്തു മോദമേ, ഹായന്താനന്ദം ഹായന്തു മോദമേ. അവൻ ദൂതഗണത്തിൻ നടുവിൽ ഞാൻ പ്രിയനെ വാഴ്ത്തിടുമേ, ദൈവദൂതഗണത്തിൻ മണ്ണാകും ഈ ശരീരം മണ്ണോടു ചേർന്നാലുമേ, മണ്ണാകും ഈ ശരീരം മണ്ണോടു. അവൻ കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിൽ ഉയർക്കുമേ, ദൈവ കാഹളം അവൻ വിശുദ്ധരെല്ലാരും തേജസ്സിലെപ്പോഴും, വിശുദ്ധരെല്ലാരും തേജസ്സിലെപ്പോഴും കർത്തൻ തന്റെ സന്നിധിയിൽ എന്നും മോദിക്കും. കർത്തൻ തന്റെ ഈ ലോകയാത്രയിൽ എനിക്കെപ്പോഴും പോരാട്ടമേ, ഈ ലോകയാത്രയിൽ എനിക്കെപ്പോഴും. അപ്പൊ
അപ്പോൾ PP മാത്യു തന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പാടുകയാണ് ഈ ലോകയാത്രകൾ തനിക്ക് എപ്പോഴും പോരാട്ടം. അപ്പോൾ ആരാധിക്കുന്ന ജീവിക്കുന്ന വിശുദ്ധന്മാർക്ക് പോരാട്ടം ഉണ്ട്. ഇനി ഈ പോരാട്ടം തേടി ദൂരെയൊന്നും പോകണ്ട, നമ്മൾ ആയിരിക്കുന്ന മണ്ഡലത്തിൽ പോരാട്ടമുണ്ട്. ഉദാഹരണം, ഭാര്യ രക്ഷിക്കപ്പെട്ടു, ഭർത്താവ് രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെട്ട ഭാര്യയ്ക്ക് രക്ഷിക്കപ്പെടാത്ത ഭർത്താവിൽ നിന്ന് പോരാട്ടം ഉണ്ടാകും. രക്ഷിക്കപ്പെട്ട ഭർത്താവിൽ നിന്നുണ്ടല്ലോ, പിന്നെ ആരും വീട്ടുന്നില്ലല്ലേ മേലോട്ട് നോക്കിയിരിക്കാതെ രക്ഷിക്കപ്പെടാത്തതെന്ന് പറയാം. അപ്പൊ ഭാര്യ രക്ഷിക്കപ്പെട്ടു, ഭർത്താവ് രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ഭാര്യയ്ക്ക് രക്ഷിക്കപ്പെടാത്ത ഭർത്താവിൽ നിന്ന് പോരാട്ടങ്ങൾ ഉണ്ടാകാം, മറിച്ചുകൊണ്ടാകാം. ഇപ്പൊ തലയെ തുണിയിട്ട് ഗ്ലോറി വിറ്ററി എന്നൊക്കെ പറഞ്ഞു കുഞ്ഞമ്മ തലയാട്ടുക, നല്ല പോരാട്ടം ഉണ്ടാകും ചില സന്ദർഭത്തിൽ. ചെറിയ ഉദാഹരണം, നിങ്ങളുടെ അമ്മയോ പെങ്ങന്മാരോ നിങ്ങളുടെ വീട്ടിൽ വന്ന് 10 ദിവസം അടുപ്പിച്ച് നിന്നേച്ച് അവരെ നിങ്ങൾ നന്നായിട്ട് ടീച്ചറും ഒക്കെ ചെയ്ത് നാട്ടിലെ രീതി വെച്ച വണ്ടിയൊക്കെ കയറ്റി വിട്ടേച്ച് വീട്ടിലോട്ട് വരുമ്പം അനാമ ഗേറ്റ് ഈ ഗ്രില്ലെ പിടിച്ചുകൊണ്ട് നിൽക്കും. അവിടെ കൊണ്ടാ വിട്ടത്? നമ്മൾ പറഞ്ഞില്ല, ബസ് സ്റ്റോപ്പിൽ കൊണ്ടു. ഏത് സ്റ്റോപ്പ്? അതോ അങ്ങ് ടൗണിൽ കൊണ്ടുവിട്ടോ? ആ ടൗണിൽ കൊണ്ട് വിട്ടടി. ഇതോ കൊടുത്തു. ഇവിടെ ഇച്ചിരി സാധനം കൊച്ചമ്മയ്ക്ക് മൂത്ത പെങ്ങളിൽ ചോദിച്ചിട്ട് സാധനമൊക്കെ കൊടുത്തു. വേറെ വല്ലതും മേടിച്ചോ? കടയിൽ നിന്ന് വെച്ചിട്ട് സാധനമൊക്കെ മേടിച്ചു. എനിക്കറിയാം നിങ്ങളതൊക്കെ. തുണി വല്ലതും കൊടുത്തോ? കൊച്ചമ്മയ്ക്ക് ഒരു സാരി മേടിച്ചു കൊടുത്ത് ആലിക്കാശ് കയറി സാരി. കാശ് വല്ലതും കൊടുത്തോ? ഇച്ചിരി കാശ് കൂടെ പാവല്ലോടി കൈ വെച്ച്. നിങ്ങളുടെ കാശില്ലായിരുന്നില്ല, കാരണം കാശില്ല മാമയുടെ കയ്യിൽ. ചില സഹോദരന്മാര് പറയട്ടെ, മോളി 2 രൂപ തരണം. നീ എന്തിനിങ്ങനെ ജീവിക്കുന്നത്? നീ ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ രാവിലെ കാപ്പിക്കകത്ത് എലിവിഷം കലക്കി അങ്ങ് ജീവിച്ചിട്ടൊന്നും വലിയ കാര്യമില്ലെന്ന് അതാ വയ്ക്കുന്നത്. നിങ്ങളുടെ കാശൊന്നും ഇല്ലായിരുന്നല്ലോ. അതിന്റെ ഇല്ലെങ്കിൽ ഞാൻ കടക്കാരൻ തമ്പിയോട് മേടിച്ച് കൊടുത്തു. എന്നിട്ട് എന്തോ പറഞ്ഞു പോയി. ഒത്തന്നെ കൊച്ചമ്മ അടുത്ത മാസം ഒന്നും കൂടെ എന്ന് പറഞ്ഞ പോരാട്ടം ഉണ്ടായില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഇങ്ങനെ തലയത്തുണ്ടിട്ട് ക്ലോറി കാൽവരി എന്നൊക്കെ പറഞ്ഞ അതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വീശുന്നതൊക്കെ ഉണ്ട്. അങ്ങനെ തിരിമാറും. അപ്പൊ പോരാട്ടം തേടി ദൂരെ പോകണ്ട, ആയിരിക്കുന്ന മണ്ഡലത്തിൽ പോരാട്ടമുണ്ട്. ഇനി ഉദാഹരണം, മാതാപിതാക്കൾ രക്ഷിക്കപ്പെട്ടു, മക്കൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെട്ട മാതാപിതാക്കൾക്ക് രക്ഷിക്കപ്പെടാത്ത തലമുറയിൽ നിന്ന് പോരാട്ടം ഉണ്ടാകും. ഇനി സഭ ശുശ്രൂഷകനും ഏതാനും ചിലരും നീതിക്കും വിശുദ്ധിക്കും നിൽക്കുന്നു. സഭയിൽ വേറൊരു വിഭാഗം ഇതിനെതിർ ഘടകമെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നീതിക്കും വിശുദ്ധിക്കും നിൽക്കുന്ന ശുശ്രൂഷകനും വിശ്വാസികൾക്ക് എന്റെ ഭാഷയെ പറഞ്ഞ എല്ലാ സഭായോഗത്തിലും പോരാട്ടം ഉണ്ടാകും. എങ്ങനെയാന്ന് ചോദിച്ചാൽ പാട്ടിക്കൂടെയും പ്രാർത്ഥനക്കൂടെയും പ്രബോധനത്തിൽ കൂടെയൊക്കെ പോരാട്ടം വരും. പിന്നെ ജോലി സ്ഥലമെടുത്ത് ഔദ്യോഗിക മണ്ഡലം, മേലുദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങി, കീഴുദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങി, ഇടയ്ക്ക് നിൽക്കുന്ന നീ കൈക്കൂലി വാങ്ങുക വിശുദ്ധനാണെന്ന് കരുതുക. അങ്ങനെയൊക്കെ നിനക്ക് മേലിൽ നിന്നും കീഴിൽ നിന്നും പോരാട്ടം വരും. അപ്പൊ പോരാട്ടം തേടി ആരും ദൂരെ പോകണ്ട, നാം ആഗ്രഹിക്കുന്ന മണ്ഡലത്തിൽ പോരാട്ടമുണ്ട്. അപ്പോൾ ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ട ജീവിതമാണ്. നമ്മുടെ വിഷയം വഴിയിലുണ്ടാകുന്ന പോരാട്ടം. നമ്മളെല്ലാം വഴിയാത്രക്കാരാണ്, യാത്രക്കാരാണ്. നമ്മുടെ കർത്താവാകുന്ന ഈശോ മിശിഹ ഒരിക്കൽ 2 വഴിയെ പറ്റി പറഞ്ഞു. ഒന്ന്, നാശത്തിലേക്കുള്ള വീതിയുള്ള വിശാലമായ പെരുവഴി, അനേകര വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുക. രണ്ടാമത്തെ വഴിയെ പറ്റി മിശിഹ നമ്പുരാൻ പറഞ്ഞത് നിത്യജീവനിലേക്കുള്ള വഴി. അത് ഇടുക്കമാണ്, ഞെരുക്കമാണ്, പോകുന്നവർ വളരെ ചുരുക്കം. 2 വഴിയാ കർത്താവ് പഠിപ്പിച്ചു. ഒന്ന് നാശവഴി, 2 നിത്യജീവന്റെ വഴി. പ്രിയരെ, നാം എല്ലാം നിത്യജീവന്റെ വഴിയിൽ കൂടി യാത്ര ചെയ്യുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്. പാപത്തിന്റെ പടുകുടികളിൽ നിന്ന്, പിശാചിന്റെ പിടികളിൽ നിന്ന് കാലാകാലങ്ങളിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത് കൊണ്ട് ആ നാശവഴികളിൽ നിന്ന് യേശു മുഖാന്തരം ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് നിത്യജീവന്റെ വഴിയിൽ കൂടെ നമ്മളെല്ലാം പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ വഴിയാത്രയിൽ ശക്തമായ പോരാട്ടമുണ്ട്. നമ്മളെല്ലാം യാത്രക്കാരാണ്. ക്രിസ്തീയ ഗാനരചയിതാക്കൾ പലരും പാടി ഓർപ്പിച്ച് നമ്മെ ഉണർത്തുന്നത് നമ്മൾ യാത്രക്കാരാന്ന. സ്തോത്രം. കുമ്പനാട് കുടുംബത്തിന്റെ ഏകയായിട്ട് വിശ്വാസി വന്ന അന്നമ്മമാവൻ 190 കൊല്ലം മുമ്പ് പാട്ടെഴുതി അവൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശയെ നോക്കി. പാട്ടിന്റെ അർത്ഥം നമ്മൾ യാത്രക്കാരാണ്. ലോകമാ ഗംഭീര വാനിന്റെ കൂടി നമ്മളിങ്ങനെ യാത്ര ചെയ്യുക. അപ്പോൾ നമ്മുടെ യാത്രയിൽ പോരാട്ടങ്ങൾ നമ്മൾ യാത്രക്കാരാണ്. എം വി ചെറിയാച്ചൻ മധുരയുടെ മധുരഗായകനാണ്. എം വി ചെറിയാച്ചൻ പണ്ട് പാടിയല്ലോ, മോക്ഷയാത്രയാണിത് ഞാൻ പാടാൻ നേരമില്ല. അപ്പം എം വി ചെറിയാച്ചൻ പറഞ്ഞിരിക്കും നമ്മൾ യാത്രക്കാരാണ്. ചാൾസ് ജോൺ ആണോ എന്ന് എനിക്ക് തിട്ടമില്ലെങ്കിൽ നല്ല പാട്ടാ. ആ പാട്ടിന്റെ വഴി ഇങ്ങനെ, ജീവിത യാത്രക്കാരാ കാലടികൾ എങ്ങോട്ടാ. അപ്പൊ ഈ പാട്ടുകാരെല്ലാം പാടി ഓർപ്പിച്ച് അരക്കി തുറപ്പിക്കുന്നത് നമ്മൾ യാത്രക്കാരാണ്. ഞാൻ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട കാര്യം ചിലർക്കറിയാം. അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അതൊന്നും പറയാൻ ഇപ്പൊ നേരമില്ല, ഇന്നാണ് ഞാൻ പറഞ്ഞതാ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ രക്ഷിക്കപ്പെട്ട അപ്പൊ അമ്പലത്തിൽ പോയ കാലത്ത് നാമം ജപിക്കും. അപ്പോൾ രാമായണമൊക്കെ വായിക്കും. അതിനൊരു ഭാഗമുണ്ട് യാത്രക്കാരാ. പോട്ടെ. അപ്പോൾ ഈ യാത്രയിൽ, വഴിയാത്രയിൽ എനിക്ക് നിങ്ങൾക്കും എതിരെ ശക്തമായ പോരാട്ടമുണ്ട്.
അതുകൊണ്ട് അല്പസമയത്തെ ചിന്താവിഷയം വഴിയിലുണ്ടാകുന്ന പോരാട്ടം ശ്രദ്ധിക്കുക. നമ്മുടെ പിതാക്കന്മാരാകുന്ന ഇസ്രായേൽ മക്കൾ മുഴുവൻ 40 വർഷം യാത്ര ചെയ്തതിന് ശേഷമാണ് വാഗ്ദത്ത കനാനിലെത്തിയത്. എണ്ണപ്പെട്ടവര് ചിലര്. അപ്പോൾ പുതിയ നിയമ ഇസ്രായേലാകുന്ന നാമം സ്വർഗീയ കനാന് ലക്ഷ്യമാക്കി യാത്ര ചെയ്യുക. അങ്ങനെയെങ്കിൽ പ്രിയതേ, നമ്മുടെ യാത്രയിൽ ശക്തമായ പോരാട്ടമുണ്ട്. ശാന്തമായിട്ട് വചനത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ ചിന്തിക്കാം. വഴിയിലുണ്ടാകുന്ന പോരാട്ടം. ഇസ്രായേലിന്റെ കനാനിലേക്കുള്ള പ്രയാണവേളയിൽ ഇവരെ തകർത്ത് കളയുവാൻ അനവധി പോരാട്ടങ്ങൾ യാത്രയിൽ വന്നു. ഒരു വാക്യം വായിച്ചേ. ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. ആവർത്തന പുസ്തകം 25:17. ചടികടാന്ന് വായിക്കണം. നിങ്ങൾ മിസ്രയീമിൽ പുറപ്പെട്ട് വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത് അവൻ ദൈവത്താൽ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ച് തളർന്നു വിളിക്കുമ്പോൾ നിന്റെ പിന്നണിയിലുള്ള ബലഹീനതയൊക്കെ സംകരിച്ച് കളഞ്ഞ കാര്യം തന്നെ ഓർക്കണം, മറക്കരുതെന്ന്. അപ്പൊ ആവർത്തന പുസ്തകം 25-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇസ്രായേൽ മക്കളെ മോശ മുഖാന്തരം ആവർത്തനത്തിൽ ഓർപ്പിച്ചുണർത്തുകയാണ്. അല്ലയോ ഇസ്രായേലേ, നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് വരുമ്പോൾ വഴിയിൽ വെച്ച്, നമ്മുടെ വിഷയം വഴിയിലെ പോരാട്ടമാണ്, വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത് അവൻ ദൈവത്താൽ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്നു. നീ ക്ഷീണിച്ചും തളർന്നു വിരിക്കുമ്പോൾ നിന്റെ പിന്നണിയിലുള്ള ബലഹീനതയൊക്കെ സംഭരിച്ച് കളഞ്ഞ കാര്യം മറക്കരുതെന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, ഇസ്രായേലിന്റെ കനാലിലേക്കുള്ള പ്രയാണവേളയിൽ ഇവരെ തകർത്ത് കളയുവാൻ കടന്നു വന്ന പ്രഥമ പോരാട്ടമാണ് അമാലേക്കിന്റെ പോരാട്ടം. ഞാൻ വിസ്തരിച്ച് പ്രസംഗിക്കത്തില്ല. ആ കവിവാചകം പോലെ പോയിട്ട് പറഞ്ഞ് 9:30 വരെ എന്നോട് സമയം പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിനകം നിർത്താനും ഞാൻ ശരണപ്പെടുക. 9:30 അപ്പുറം പോവുക, ഒട്ടും പോവുക. ഇനി അങ്ങോട്ട് നോക്കിയിരിക്കേണ്ടൊക്കെ എനിക്ക് നല്ല സുബോധമുണ്ട്. അതുകൊണ്ടല്ലേ ഇന്ന് രാത്രി ഞാൻ ഇവിടെ തന്നെ വന്നേ. അപ്പൊ നിങ്ങളല്ലേ എന്നെ നോക്കിയിരുന്നാൽ മതി. അപ്പൊ ശ്രദ്ധിക്കുക, ഇസ്രായേലിന്റെ കനാനിലേക്കുള്ള യാത്രയിൽ ഇവർക്ക് വിരുദ്ധമായി വന്ന പ്രഥമ പോരാട്ടമാണ് അമാലേക്കിന്റെ പോരാട്ടം. ഇനി ആരാണ് ഈ അമാലേക്ക്? വായിച്ച ആവർത്തന ഉൽപ്പത്തി പുസ്തകം 36:12 ബൈബിൾ ക്ലാസ് പോലെ, അതുകൊണ്ട് എഴുതുന്നവർക്ക് നോട്ട് ചെയ്ത് പഠിക്കുകയും കൂടെ ചെയ്യാം. ആരാണ് ഈ അമാലേക്ക്? ഉൽപ്പത്തി 36:12 വായിച്ചു. തിമ്ന എന്നവൾ ഏശാവിന്റെ മകനാകുന്ന എലീഫാസിന്റെ വെപ്പാട്ടിയാകുന്നവൾ എലീഫാസിനെ അമാലേക്കിനെ പ്രസവിച്ചെന്ന വായില്ലേ? അല്ലെന്ന് അത് വായിച്ചോളാം. തിമ്ന എന്നവളെ ഏശാവിന്റെ മകനാകുന്ന എലീഫാസിന്റെ വെപ്പാട്ടിയായിരുന്നു അവൾ എലീഫാസിന്. അപ്പൊ ആരാണ് ഈ അമാലേക്ക് എന്ന് ചോദിച്ചാൽ ഏശാവിന്റെ കൊച്ചുമകൻ. ഏശാവിന്റെ മകനാകുന്ന എലീഫസിന് തന്റെ വെപ്പാട്ടിയാകുന്ന തിമ്നയിൽ നിന്ന് ജനിച്ച സന്തതിയാണ് അമാലേക്ക്. അപ്പോൾ അമാലേക്കിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഇത് വാഗ്ദത്ത പ്രകാരം ജനിച്ചതല്ല, ജഡപ്രകാരം ജനിച്ചതാണ്. അപ്പോൾ അമാലേക്ക് എന്ന് പറഞ്ഞാൽ വാഗ്ദത്തമല്ല, ജഡമാണ്. അമാലേക്കിന്റെ പോരാട്ടം എന്ന് പറഞ്ഞാൽ ജഡത്തിന്റെ പോരാട്ടമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇസ്രായേലിന്റെ കനാനിലേക്കുള്ള പ്രയാണവേളയിൽ എതിർത്ത് വന്ന പ്രഥമ പോരാട്ടമാണ് അമാലേക്കിന്റെ പോരാട്ടം. ഇസ്രായേൽ ആരാ? എല്ലാം രക്ഷിക്കപ്പെട്ടതാണ്. വ്യാഖ്യാനിക്കുമ്പോൾ ആദീമ മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് 1 വയസ്സ് പ്രായമുള്ളതും ഊനമില്ലാത്തതും ആണുമായ ആട്ടുകുട്ടിയെ അറുത്ത് അതിന്റെ രക്ത കിണ്ണത്തിലെടുത്ത് ഈസോപ്പ് ചെടിയുടെ കെട്ടിടത്തി കിണ്ണത്തിൽ മുക്കി കട്ടലക്കാർ 2 കുറുമടി പുരട്ടി കാല് ചെരുപ്പിട്ട് കയ്യിൽ വടിപിടി ചരമുറുക്കി കുഞ്ഞാടിനെ തികച്ചുട്ട് കയ്പ് ചീനികൂടെ ഇവര് ഭക്ഷിച്ചതാണ്. ഒറ്റ വാക്കി പറഞ്ഞാൽ ഇവരെല്ലാം രക്ഷിക്കപ്പെട്ടവരാണ്. കാരണം പൗലോസ് അപ്പോസ്തലൻ കൃത്യമായിട്ട് ആ വാക്യം പറഞ്ഞു, നമ്മുടെ പസക കുഞ്ഞാടും അറക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ. അങ്ങനെയെങ്കിൽ മിസ്രയീം ദേശത്ത് ആബീമ മാസം 14-ാം തീയതി അറക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തിന് നിഴലാണ്. അങ്ങനെയെങ്കിൽ ഒറ്റ വാക്ക് പറയാ, ഇസ്രായേലെല്ലാം രക്ഷിക്കപ്പെട്ടവരാ. ഇന്ന് രാത്രി പറയാ, സ്വർഗത്തിൽ പോകണമെങ്കിൽ, നിത്യത പോകണമെങ്കിൽ ഒറ്റ മാർഗം, ഒറ്റ വഴി, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റു പറയണം. അങ്ങനെ രക്ഷിക്കപ്പെടും. അപ്പൊ അതിനൊറ്റ മാർഗം, 5 പൈസ കൊടുക്കണ്ട, 1 മൈൽ നടക്കണ്ട, യേശുവിന് ഹൃദയം കൊടുത്താൽ മതി. പൈസ കൊടുക്കണ്ട, എണ്ണ കൊടുക്കണ്ട, തിരി കൊടുക്കണ്ട, മെഴുകുതിരി കൊടുക്കണ്ട, പൂവൻകോഴിയെ കൊടുക്കണ്ട, 10 വെട്ടി കൊടുക്കണ്ട, ഹോത്രകാഴ്ച ഒന്നും അതൊക്കെ ആവശ്യമാ. എങ്കിൽ അതൊന്നും ചെയ്യണ്ട. രക്ഷിക്കപ്പെടാൻ ഹൃദയം കർത്താവിന് കൊടുക്കണ്ട. ഞാൻ എപ്പോഴും പറയാം, കയ്യും പൊക്കണ്ട, കാലും പൊക്കണ്ട, എഴുന്നേറ്റ് നിൽക്കണ്ട, അവിടെ ഇരിക്കുന്ന ഇരിപ്പിൽ ഹൃദയം കൊടുത്താൽ മതി. യേശുവെ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന്റെ പരിഹാരത്തിൽ അങ്ങ് മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപം പരിഹരിക്കണം, എന്നെ രക്ഷിക്കണമെന്ന് ആര് എവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നോ ഏൽപ്പിക്കുന്നോ അവരെ രക്ഷിക്കുവാൻ ഇന്ന് രാത്രി യേശു നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒറ്റവാക്കി പറഞ്ഞ ഇസ്രായേലെല്ലാം രക്ഷിക്കപ്പെട്ടു. 2, ഇവരെല്ലാം ചെങ്കടൽ കിടന്ന ദൈവമക്കളാണ്. ചെങ്കടൽ എന്നുള്ളത് കുരുദ്യാലേഖനോ റോമാലേഖനോ പത്രോസിന്റെ ലേഖനോ ചേർത്തിട്ട് പഠിച്ചാൽ ചെങ്കടൽ സ്നാനത്തിനൊരു മുൻകുറിയാണ്. അങ്ങനെയെങ്കിൽ എല്ലാവരും രക്ഷിക്കപ്പെട്ടു, എല്ലാവരും സ്നാനപ്പെട്ടു. ഈ ചിലർ രക്ഷിക്കപ്പെട്ട് ഇപ്പോഴും പള്ളിയിൽ തന്നെ നിൽക്കുന്നത്. നമ്മൾ ചുറ്റും അമ്മാമയും കേട്ട് വരുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് നാളുകൂടെ വന്ന് അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ട് ഇപ്പോഴും പിന്നെ പള്ളി തന്നെ അന്നേരം പോകുന്നത്. ആ പള്ളിയിൽ പോകുന്നെങ്കിലും അതിന് പിന്നെ വരാതിനോട്ട് വിട്ടുപോരാതെ അത് അവിടെ നിന്നാൽ കുറെ പേരെയും കൂടെ നീ ശരിയാകുകയില്ല, അവരും ശരിയാകുകയില്ല. അത് പണ്ട് കവി പറഞ്ഞായിരുന്നല്ലോ, വളക്കുടിക്കകത്തിരുന്നു മണത്തിനായി വർത്തി കൊളുത്തിടുന്നു, വേഗുന്ന വീടിനകമേയിരുന്നു വിശ്രാന്തി തേടുന്നു വിവേകഹീനൻ. അർത്ഥം, വളക്കുടിക്കകത്തിരുന്നു